ഒരാഴ്ചയായിട്ട് എനിക്ക് ഈ കാണുന്ന പോലെ നല്ല കൊരകൊരയാണ്. പക്ഷെ അതിനൊന്നും വകവയ്ക്കാണ്ട് നമ്മൾ ഈ പോണത് വട്ടവടയിലേക്കാണ്. മൺസൂൺ പ്രമാണിച്ചിട്ട് അടിമാലിയിലത്തെ വെള്ളച്ചാട്ടമൊക്കെ അടിപൊളിയായിരുന്നു കേട്ടോ. അങ്ങനെ നമ്മൾ മൂന്നാറെത്തി. മൂന്നാറിലത്തെ ഇപ്പോഴത്തെ ക്ലൈമറ്റിനെ കുറിച്ച് ഞാൻ പറയണേം കാട്ടി ഭേദം നിങ്ങൾ ഈ വീഡിയോയിലേക്ക് ഒന്ന് സൂക്ഷിച്ച് നോക്കണതാണ് കേട്ടോ. രാവിലത്തെ ചായ കുടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ചായ പീടികയിലേക്കാണ് കേട്ടോ കയറി. അങ്ങനെ ഒരു കട്ടനും കുടിച്ച് വീണ്ടും നമ്മൾ കാട്ടുകൂടുള്ള യാത്ര അങ്ങോട്ട് തുടങ്ങിയിട്ടാ. ടോപ്പ് സ്റ്റേഷൻ കഴിഞ്ഞിട്ടുള്ള ഫോറസ്റ്റ് ചെക്ക് പോസ്റ്റിലത്തെ സാറുമാര് ഇനി ഒരു 8 കിലോമീറ്റർ വണ്ടി എവിടെ നിർത്തരുതെന്ന് നിങ്ങളോട് പറയൂട്ടാ. അതിന്റെ കാരണം ഞാൻ വഴിയെ പറഞ്ഞു. അങ്ങനെ നമ്മൾ നമ്മുടെ വട്ടവടയിൽ എത്തിയിട്ടാ. ഇപ്പൊ ഞങ്ങൾ കാത്തിക്കുന്നത് കൊടൈസിലത്തെ പൂണ്ടിരാജനെ പോലത്തെ വട്ടവടയിലത്തെ വട്ടരാജന് വേണ്ടിയിട്ടാണ് കേട്ടോ. ഇവനാണ് ഞങ്ങൾ പറഞ്ഞ ആ വട്ടരാജൻ. ഇനി ഇവിടുന്ന് അങ്ങോട്ട് ഞങ്ങളെ വഹിക്കാൻ പോണത് ഇവനാണ് കേട്ടോ. കാരണം ഇവൻ ഞങ്ങളുടെ നാട്ടിലത്തെ ഒരു പ്രൈം മെമ്പർ ആണ്. മച്ചാൻ കുറച്ചധികം നാളായിട്ട് ഇവിടെ വട്ടവടയിലുണ്ട് കേട്ടോ. അത് കാരണം തന്നെ ലോക്കൽസിന്റെ ഇടയിൽ നല്ല കണക്ഷൻ ഉണ്ട് ഇവന്. ചുരുക്കി പറഞ്ഞ വട്ടവടയിലത്തെ മുക്കും മൂലും ഇവനറിയാം. ഇവന്റെ കെയർ ഓഫിൽ ഇവിടെ ഒരുപാട് കിടിലൻ പ്രോപ്പർട്ടീസ് ഉണ്ട് കേട്ടോ. അതിലൊരു പ്രോപ്പർട്ടിയിലേക്കാണ് ഞങ്ങൾ ഇപ്പൊ കൊണ്ടുപോകുന്നത്. പ്രോപ്പർട്ടിയിലേക്ക് പോകുന്ന വഴിയുടെ 2 സൈഡിലും നല്ല കിടിലൻ സ്ട്രോബെറി തോട്ടം ഉണ്ടായിരുന്നു കേട്ടോ. 3 പേർക്കൊക്കെ ലാവിഷായിട്ട് കിടന്നുറങ്ങാൻ പറ്റിയ ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി ഫ്രെയിമിലേക്കാണ് കേട്ടോ ഞങ്ങൾ കൊണ്ടുപോയ. അതിന്റെ ഉള്ളിൽ നിന്നുള്ള വ്യൂ ഒക്കെ ഒരു രക്ഷയില്ല, വേറെ ലെവലായിരുന്നു. പിന്നെ ഈ പ്രോപ്പർട്ടിയുടെ ഉള്ളിൽ തന്നെ അത്യാവശ്യം കുക്ക് ചെയ്യാൻ പറ്റിയ ഒരു കിച്ചൺ സെറ്റപ്പ് ഉണ്ടായിരുന്നു. നല്ല ചുമയും തൊണ്ടവേനൊക്കെ ഉള്ളതുകൊണ്ടാണോ എന്നറിയില്ല, കിച്ചൺ കണ്ടപ്പോ തന്നെ ഞാൻ നല്ലൊരു കട്ടൻ ചായ ഉണ്ടാക്കി കുടിച്ചു. പിന്നില്ലേ ഇപ്പൊ ഞങ്ങൾ ഈ 4 പേരും കൂടിയിട്ട് ഒരൊറ്റ ബൈക്കുമ്പോൾ പോണത് അവന്റെ കെയർ ഓഫിൽ തന്നെയുള്ള വേറൊരു പ്രോപ്പർട്ടിയിലേക്കാണ്. വട്ടവടയിലത്തെ ആദ്യത്തെ ഗ്രാമത്തിന്റെ ഒത്ത നടക്കാണ് കേട്ടോ ഈ പ്രോപ്പർട്ടി. അങ്ങോട്ട് പോണ വഴിയിലൊക്കെ ഫുള്ള് ചെല്ലിയാണ്. കാരണം സ്പീഡിൽ പോകാൻ പറ്റില്ല. മെല്ലെ പോവാണെങ്കിൽ അട്ടകളും വന്ന് നമ്മൾ അറ്റാക്കി. അപ്പൊ നിങ്ങൾ ചോദിക്കും പിന്നെ എങ്ങനെയാണ് അങ്ങോട്ട് പോവാന്ന്. അങ്ങനെ ഇങ്ങനെയൊക്കെ ഞങ്ങൾ അങ്ങോട്ട് എത്തി. എങ്ങനെയൊക്കെ പോയെന്ന് ഞങ്ങൾക്ക് വലിയ പിടുത്തൊന്നുമില്ല. ഈ മഡ് ഹൗസിന്റെ മുകളിൽ നിന്നുള്ള വ്യൂ ഒക്കെ മോനെ വൻ സീനാണ്. ഇപ്പൊ നിങ്ങൾ ഈ കാണുന്നത് പ്രോപ്പർട്ടിയുടെ തൊട്ട് താഴെയുള്ള ഒരു ഫാമിലേക്ക് ഞങ്ങൾ ട്രക്കിങ്ങിന് പോണതാണ് കേട്ടോ. പോകുന്ന വഴിയൊക്കെ ഫുൾ അഡ്വഞ്ചർ നിറഞ്ഞതായോണ്ട് തന്നെ അമ്മാനൊക്കെ ഇരുന്നിട്ട് ഞെരങ്ങിയിട്ടൊക്കെ ആയിരുന്നു കേട്ടോ കടന്ന്. വീട്ടിൽ വെറുതെ ചടഞ്ഞൂത്തിരിക്കാണ്ട് സമാധാനത്തിന്റെ അങ്ങേറ്റത്തേക്ക് വേണമെങ്കിൽ ഇപ്പൊ ഇറങ്ങിക്കോട്ടാ. പിന്നെ ഇറങ്ങുമ്പോ ഇറങ്ങിയ പോലെ തന്നെ തിരിച്ച് കയറാനും അറിയണം കേട്ടോ. അല്ലെങ്കിൽ ഈ അമ്മാന്റെ പോലെ ഉരുണ്ട് താഴത്തേക്കൊക്കെ വരും. അങ്ങനെ ട്രക്കിങ് കഴിഞ്ഞ് തിരിച്ച് പ്രോപ്പർട്ടിയിൽ എത്തിയപ്പോഴേക്കും എന്റെ ഫോൺ ഓഫ് ആയിട്ടാ. ഫോൺ പിന്നെ കുത്തിവെക്കാനൊന്നും തോന്നിയില്ല. അങ്ങനെ പിറ്റേ ദിവസം ഈവനിങ് ഞങ്ങൾ ബാഗും പാക്ക് ചെയ്ത് തിരിച്ച് വീട്ടിലേക്ക് പോണതാണ് നിങ്ങൾ ഇപ്പൊ ഈ കാണുന്നത്. ഫോൺ വഴിക്ക് ദാണ്ട ഒരു കാട്ടുപോത്ത് ഇവന്റെ പോലത്തെ ആൾക്കാരൊക്കെ ഉള്ളതുകൊണ്ടാണ് കേട്ടോ ആ സാറുമാര് ഇവിടെ ഒന്നും വണ്ടി നിർത്തി ഇറങ്ങരുത് എന്ന് പറയാൻ കാരണം. കാട്ടുപോത്തിന് മാത്രല്ല കേട്ടോ, പിന്നെ നമ്മൾ കാടിറങ്ങി വന്നൊരു ഒറ്റ ആനേനും കണ്ടു.